മക്കളെ, ഇന്ന് നമുക്ക് യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി എന്ന കേദാർനാഥ് അഗ്രവാൾ ജിയുടെ കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയും നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗൂൻ ചാടത്തി വായുസേ ആപ്നെ ക്യാ സമജ്ജ എന്നാണ്. ഗൂൻ ചാടത്തി വായു, ഇതിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്നാണ് ചോദ്യം. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. രക്ത് കോ സുഖാനെ വാലി ഹവ, രക്തം ഉണക്കുന്ന കാറ്റ്, രക്തത്തിനെ ഉണക്കുന്ന രീതിയിലുള്ള കാറ്റ്, അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, टेरोम अन्न उपजाने के लिए किसान को किन किन का सामना करना पड़ता है. ഒരുപാട് കൂനയായിട്ട് അന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി കർഷകൻ ഏതെല്ലാം കിൻകിൻക സാമന കർണപ്പെടുത്ത, എന്തിനെയൊക്കെയാണ് നേരിടേണ്ടി വരുന്നത്? കൂടുതൽ അന്നം ഉൽപ്പാദിപ്പിക്കാൻ കർഷകൻ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ എന്നാണ് ചോദ്യം. പ്രതികൂൽ മൗസം, പ്രതികൂലമായ കാലാവസ്ഥ, और कठिन परिस्थितियों का सामना करना पड़ता है, കഠിനമായ ചുറ്റുപാടുകളും അവർക്ക് നേരിടേണ്ടതായിട്ട് വരുന്നു. മൂന്നാമത്തെ ചോദ്യം, കിസാൻ കോ മിട്ടി കാ പൂർണ്ണ പാരക്കി ക്യോ കഹാ ഗയാ ഹെ, കർഷകനെ മണ്ണിന്റെ പൂർണ്ണ രക്ഷകൻ എന്ന് പറയാനുള്ള കാരണം എന്താണ്? കഠിന ശാരീരിക പരിശ്രമം കിസാൻ അപ്ന ജീവൻ മിട്ടി കെ സാത്ത് ഹി ബിതാത്ത ഹെ, കർഷകൻ തൻ്റെ ജീവിതം മുഴുവൻ മണ്ണിനോട് ചേർന്ന് മണ്ണിനോടൊപ്പം ജീവിച്ച്, ബിതാത്ത ഹെ അതിന് മണ്ണിനോട് ചേർന്നിട്ടാണ് അവരുടെ ജീവിതകാലം മുഴുവൻ അവർ ജീവിച്ച് തീർക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? മിട്ടി കാ പാരക്കി എന്ന് പറയുന്നത്. തൻകി ഗാദ് മിലാന കാ മത്ലബ് ക്യാ ഹെ, തൻകി ഗാദ് മിലാന, തൻ എന്ന് പറഞ്ഞാൽ ശരീരം, ശരീരത്തിനെ വളമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? കഠിന ശാരീരിക പരിശ്രമം കർണ, കഠിനമായിട്ട് പരിശ്രമം ചെയ്യുക, ശരീരം കൊണ്ട് പരിശ്രമിക്കുക, കഠിനമായിട്ട് അധ്വാനിക്കുക, കഠിനമായി അധ്വാനിക്കുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് നോക്കാം. खेती से संबंध रखने वाले शब्द कविता से पहचान कर लिखें എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട ശബ്ദ കവിതയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക. രണ്ടെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്, ജുവ, ബീജ്. ഈ ബാക്കി നമുക്ക് നോക്കാം. ഗാദ്, ഗാദ് പറഞ്ഞ വളം, ഫസൽ വിളവ്, മിട്ടി മണ്ണ്, ബൈലോം കാളകൾ, പാംസ് ജോത്ത് ഡാൽന കുസി, ജോത്ത് ഡാൽന, ജോത്ത് ഡാൽന എന്നാണ് വിത്ത് വിതയ്ക്കുക. ഇതൊക്കെയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ കവിതയിൽ പഠിച്ചിട്ടുള്ള കാര്യം. കിസാൻ അപ്നി ജിന്ദഗി കൈസേ വ്യതീത് കർത്താ ഹെ, കർഷകൻ തൻ്റെ ജീവിതം എങ്ങനെയാണ് ചിലവഴിക്കുന്നത്? കവിതാക്കെ ആധാർ പർ പൂർത്തി കരേ, കവിതയുടെ അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കിസാൻ വർഷ ആർ ധൂപ് മേ കാം കർത്താ ഹെ, കർഷകൻ മഴയിലും വെയിലിലും ജോലി ചെയ്യുന്നു. കിസാൻ മിട്ടി കാ മർമ്മ സമജ്താ ഹെ, കർഷകൻ മണ്ണിന്റെ മർമ്മം അറിയുന്നു. ഇനി എന്താണ് ബാക്കി? കിസാൻ മിട്ടി കോ ജോത്ത് ഡാൽത്താ ഹെ, കർഷകൻ മണ്ണിനെ ഉഴുതുമറിക്കുന്നു. കിസാൻ മിട്ടി മേ ബീജ് ബോത്താ ഹെ, കർഷകൻ മണ്ണിൽ ബീജ് ബോത്താ ഹെ, വിത്ത് വിതയ്ക്കുന്നു. മിട്ടിക്ക് പൂർണ്ണ പാരകി ഹെ, മണ്ണിന്റെ സംരക്ഷകനാണ്. മിട്ടി മേ ഗാദ് ഡാൽത്താ ഹെ, മണ്ണിൽ വളമിടുന്നു. മിട്ടിക്ക് മഹിമ ഗാത്താ ഹെ എന്നാണ് കേട്ടോ, മിട്ടിക്ക് മഹിമ ഗാത്താ ഹെ, മണ്ണിന്റെ മഹത്വം പാടുന്നു. കിസാൻ സോനെ കാ സപ്ന ദേത്താ ഹെ, കിസാൻ സോനെ കാ സപ്ന ദേക്കാ ഹെ എന്നാണ് കേട്ടോ, ദേക്കാ ഹെ കാണുന്നു എന്നാണ്. കിസാൻ സോനെ കാ സപ്ന ദേക്കാ ഹെ, കർഷകൻ സ്വർണം വിളയുന്ന സ്വപ്നം കാണുന്നു. കിസാൻ മിട്ടി കോ ജീവിത് രഖ്താ ഹെ, കർഷകൻ മണ്ണിനെ ജീവനുള്ളതാക്കി തീർക്കുന്നു. അതാണ് നമ്മളിവിടേക്ക് എഴുതേണ്ട കാര്യം. ഓക്കെ, ഇനി
കവിതാ സെ നിമ്നലിഖിത ആശയ വാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേം എന്നാണ് അടുത്ത ചോദ്യം. കിസാൻ അപ്പനി ജിന്ദഗി വ്യതീത് കർക്കെ ഖേത് മേ സമൃദ്ധി കാ സ്വപ്ന ദേഖ്താ ഹെ. കർഷകൻ അപ്പനി ജിന്ദഗി സ്വന്തം ജീവിതം വ്യതീത് കർക്കെ ഖേത് മേ വയലില് സമൃദ്ധി കാ സ്വപ്ന സമൃദ്ധമായിട്ട് വിളവുണ്ടാകുന്നതിന് സ്വപ്നം കാണുന്നു എന്നർത്ഥം വരുന്ന വരി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നമുക്കത് കവിതയിൽ തന്നെ കണ്ടെത്താം ആ വരികള്. ഗപ്പാ രഹാ ഹേ ജീവൻ അപ്ന ദേഖ് രഹാ ഹേ മിട്ടി മേ സോനെ കാ സപ്ന. ഇതാണ് നമ്മളിപ്പോൾ നോക്കിയ ആശയത്തിന്റെ വരിയായിട്ട് വരുന്നത്. ഗപ്പാ രഹാ ഹേ ജീവൻ അപ്ന ദേഖ് രഹാ ഹേ മിട്ടി മേ സോനെ കാ സപ്ന. അവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ചോദിച്ചിരിക്കുന്ന ചോദ്യം മണ്ണിൽ സ്വർണം വിളയുന്ന സ്വപ്നം, അത് സമൃദ്ധിയായിട്ട് വിളവുണ്ടാകുന്ന സ്വപ്നം കാണുന്നു എന്നല്ലേ. കിസാൻ അപ്പനി ജിന്ദഗി വ്യതീത് കർക്കെ ഖേത് മേ സമൃദ്ധി കാ സ്വപ്ന ദേഖ്താ ഹേ എന്നാണല്ലോ ചോദിച്ചത്. അതിന്റെ ആൻസറാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഗപ്പാ രഹാ ഹേ ജീവൻ അപ്ന ദേഖ് രഹാ ഹേ മിട്ടി മേ സോനെ കാ സപ്ന. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്ത ചോദ്യം, കിസാൻ കടി മെഹനത്ത് സെ ഖേത് കോ സദാ ഉർവർ ബനാത്താ ഹെ और സ്വയം ജീവിത് രഹത്താ ഹെ. കർഷകൻ കഠിനമായ പരിശ്രമിച്ചിട്ട് വയലിനെ ജീവനുള്ളതാക്കി തീർക്കുകയും സ്വയം ജീവിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം വരുന്ന വരി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. अपने तन की गाद मिलाकर मिट्टी को जीवित रखता है खुद जीता है. ഇതാണ് നമ്മളിപ്പോൾ നോക്കിയ ആശയത്തിന്റെ വരിയായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. പഠേ സമझे और लिखें. വായിക്കൂ, മനസ്സിലാക്കൂ, എഴുതൂ. ഇൻ പ്രയോഗവും പർ ധ്യാൻ ദേ. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജാക്കർ, ഗർജ്കർ, തബ്കർ, ബസാക്കർ, ഡൂബ്കർ, മർക്കർ. ഇതിലൊക്കെ എന്തുണ്ട്? കർ കർ എന്ന് വന്നിട്ടുണ്ട് അല്ലേ. मैं मैदान में जाकर गिरता है. ऊपर दिए गए शब्दों के नए वाक्य बनाकर लिखिए. ഇവിടെ ജാക്കർ, ഗർജ്കർ, തബ്കർ, ബർസാക്കർ, ഡൂബ്കർ, മർക്കർ. പോയിട്ട്, ഗർജിച്ചിട്ട്, തബ്കർ ജ്വലിച്ചിട്ട്, അതുപോലെ തന്നെ ബർസാക്കർ പെയ്തിട്ട്, ഡൂബ്കർ മുങ്ങിയിട്ട്, മരിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതൊക്കെ പ്രയോഗിച്ചിട്ട് നമ്മളോട് സെന്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് പറയില്ലേ, അതാണ് സംഭവം. അപ്പൊ നമ്മളിനി അത് ഹിന്ദിയിലേക്ക് വാക്യത്തിൽ പ്രയോഗിക്കുകയാണ് വേണ്ടത്. ഒന്നിവിടെ ഉദാഹരണമായിട്ട് തന്നിട്ടുണ്ട്, മേ മൈദാൻ മേ ജാക്കർ ഗിൽത്താ ഹൂം എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബാക്കിയുള്ളതാണ് ഉണ്ടാക്കേണ്ടത്. ബാദൽ ഗർജ്കർ ആത്താ ഹെ. മേഘം ഗർജിച്ചു വരുന്നു. ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് മേഘം ഇങ്ങനെ ഗർജിച്ചു കൊണ്ടുവരുന്നു എന്നാണ് പറഞ്ഞത്. ഒരു സെന്റൻസ് ആക്കി ഗർജിക്കർ എന്നതിനെ നമ്മൾ എന്താക്കി? സെന്റൻസ് ആക്കി മാറ്റി. അടുത്തത് ലോഹ ആഗമേ തബ്കർ ഗൽത്താ ഹെ. ലോഹ ഇരുമ്പ് അഗ്നിയിൽ എങ്ങനെയാകുന്നു? ചൂട്. തബ്കർ, തബ്ന എന്ന് പറഞ്ഞാല് ചൂടായിട്ട് ചൂട് പിടിക്കാം. ഫൂൽ ബർസാക്കർ ഹി വസന്ത് ഋതു ആത്തി ഹെ. ഫൂൽ ബർസാക്കർ ഹി വസന്ത ഋതു. വസന്തകാലം, പൂക്കൾ വർഷിച്ചുകൊണ്ട് വസന്തകാലം വരുന്നു. സമുദ്രമേ ഡൂബ്കർ ഹി മോത്തി നികൽത്താ ഹെ. സമുദ്രത്തിൽ മുങ്ങിയിട്ട് മുത്തെടുക്കുന്നു. മഹാൻ വ്യക്തി മർക്കർ ബി അമർ ഹോത്തേ ഹെ. മഹാന്മാരായിട്ടുള്ള വ്യക്തികൾ മരിച്ചതിനു ശേഷവും അമർ ഹോത്തേ ഹെ, അനശ്വരരായിട്ടിരിക്കുന്നു. മരണശേഷവും അവരെന്താണ്? ജീവിച്ചിരിക്കുന്നു എന്ന്. മറ്റുള്ളവരിലൂടെ ജീവിക്കുന്നു. മർക്കർ ബി മരിച്ചിട്ട് കൂടി. അമർ, അമർ എന്ന് പറഞ്ഞാൽ മരിക്കാത്തവർ, അതായത് മറ്റുള്ളവരിലൂടെ അവരെന്താണ്? ജീവിക്കുന്നു. ഇനി കവിതാക്ക് ആസ്വാദൻ ടിപ്പണിയാണ് പറഞ്ഞിരിക്കുന്നത്. കവിതയുടെ ആസ്വാദൻ ടിപ്പണി എഴുതിയത് നോക്കാം. കവിതാക്ക ആശയിലേക്ക്. ആശയം എന്ന് പറഞ്ഞാലും ആസ്വാദൻ ടിപ്പണി എന്ന് പറഞ്ഞാലും ഒരേ ചോദ്യം തന്നെയാണ് കേട്ടോ. ആശയം എഴുതാൻ പറഞ്ഞാലും ആസ്വാദൻ ടിപ്പണി എഴുതാൻ പറഞ്ഞാലും നമ്മൾ എഴുതേണ്ടത് ഒരേ ഉത്തരമാണ്. ഈ ആശയം എന്നതിന് പകരം ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് ആസ്വാദൻ ടിപ്പണി എന്നാണ്.
ആശയവും രണ്ടും ഒന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കേദാർനാഥ് അഗ്രവാൾ ജി കി കവിത ഹേ ധർത്തി ഹേ ഉസ് കിസാൻ കി. കേദാർനാഥ് അഗ്രവാൾ ജിയുടെ കവിതയാണ് യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി എന്ന കവിത. കവി കിസാൻ ബൈലോ കെ കന്തോ പർ ഹൽ ലേക്കർ മിട്ടി കോ ജോതാ ഹൈ. ഇവിടെ കവി കഹ്താ ഹേ കി എന്ന് എഴുതട്ടെ. ഇവിടെ കവി കഹ്താ ഹേ കി, കവി പറയുന്നു. കവി കവിതയിലൂടെ കവി പറയുന്നു. കവി കഹ്താ ഹേ കി, കവി കവിതയിലൂടെ പറയുന്നു എന്തെന്നാൽ. ഇനി നിങ്ങൾക്ക് ഈ കഹ്താ ഹേ കി എന്ന് എഴുതാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഈ കവി എന്നുള്ളതും കൂടെ ഇവിടെ നിന്ന് മാറ്റിയാൽ മതി. അപ്പം നിങ്ങൾ ഇവിടെ ഒന്നും എഴുതണ്ട. ഓക്കെ, കേദാർനാഥ് അഗ്രവാൾ ജി കി കവിത ഹേ ധർത്തി ഹേ ഉസ് കിസാൻ കി വരെ എഴുതുക. പിന്നെ കിസാൻ ബൈലോ കെ കന്തോ പർ ഹൽ ലേക്കർ മിട്ടി കോ ജോതാ ഹേ അങ്ങനെ എഴുതിയാൽ മതി. അതല്ലെങ്കിൽ കവി കഹ്താ ഹേ കി എന്ന് എഴുതണം. ഓക്കെ, കവി കഹ്താ ഹേ കി കിസാൻ ബൈലോ കെ കന്തോ പർ ഹൽ ലേക്കർ മിട്ടി കോ ജോതാ ഹേ. കിസാൻ കർഷകൻ ബൈലോ കെ കന്തോ പർ കാളകളുടെ തോളിൽ കലപ്പ വെച്ചിട്ട് മിട്ടി കോ ജോതാ ഹേ മണ്ണിനെ ഉഴുതു മറിക്കുന്നു. വഹ് മിട്ടി മേ ഗാദ് മിലാത്താ ഹേ और ബീജ് ബോത്താ ഹേ അവൻ മണ്ണിൽ വളമിടുകയും വിത്ത് വിതയ്ക്കുകയും ചെയ്യുന്നു. കിസാൻ വർഷ और ധൂപ് മേ കാം കർത്താ ഹേ കർഷകൻ മഴയിലും വെയിലിലും ജോലി ചെയ്യുന്നു. ഹർ നയേ വർഷ മേ അപ്പനെ ഗൂൻ പസീനെ കോ ഏക്ക് ഏക്ക് കർക്കെ അന്ന ഉപജാത്താ ഹേ ഓരോ പുതിയ വർഷത്തിലേക്കും വേണ്ടി തൻ്റെ രക്തം വിയർപ്പാക്കിക്കൊണ്ട് അന്നം ഉൽപ്പാദിപ്പിക്കുന്നു. കിസാൻ മിട്ടി കാ മർമ്മ സമജ്താ ഹേ കർഷകൻ മണ്ണിന്റെ മർമ്മം അറിയുന്നു. വഹ് ധർത്തി കെ സാത്ത് ജീത്താ ഹേ അവൻ ഭൂമിയോട് ചേർന്ന് ജീവിക്കുന്നു. കിസാൻ അപ്പനെ തൻകി ഗാദ് ഡാൽക്കർ അർത്ഥാത് കഠിൻ പരിശ്രം കർക്കെ. അപ്പോൾ നമുക്കിത് ഇവിടെ ഒഴിവാക്കാം കേട്ടോ. കിസാൻ ഈ ഭാഗം നിങ്ങൾ എഴുതണ്ട, കുറച്ച് കൂടുതലാക്കണ്ടല്ലോ അർത്ഥാതൊക്കെ വെച്ചിട്ട്. അപ്പം നമുക്കിവിടെ ഒറ്റ ഒഴിവാക്കാം. എന്നിട്ട് കിസാൻ കഠിൻ പരിശ്രം കർക്കെ ധർത്തിക്കോ ജീവിത രക്ത ഹേ കർഷകൻ കഠിന പരിശ്രമം ചെയ്തിട്ട് ഭൂമിയെ ജീവനുള്ളതാക്കി തീർക്കുന്നു. വഹ് മിട്ടി മേ ഫസൽ രൂപി സോനേക്ക സപ്ന ദേഖ്താ ഹേ അവൻ മണ്ണില് വിളവാകുന്ന സ്വർണം വിളയുന്നത് സ്വപ്നം കാണുന്നു. फसल उगाकर ही किसान मिट्टी को जीवित रखता है और स्वयं जीता है. ഫസൽ ഉഗാക്കർ വിളവുണ്ടാക്കിക്കൊണ്ട് കർഷകൻ മണ്ണിൽ ജീവിക്കുന്നു, സ്വയം മണ്ണിൽ ജീവിക്കുകയും മണ്ണിനെ ജീവനുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നു. ഇസ് പ്രകാർ യഹ് ധർത്തി ഉസ് കിസാൻ കി ഹേ ഇപ്രകാരം ഈ ഭൂമി ആ കർഷകൻ്റെതാണ്. ജോ ഇസ് പർ മെഹനത്ത് കർക്കെ അന്നുപജാത്താ ഹേ ആരാണോ ഈ ഭൂമിയിൽ പരിശ്രമം കൊണ്ട് അന്നം ഉളവാക്കുന്നത് അവനുള്ളതാണ് ഈ ഭൂമി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത്രയും പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് നമുക്കിതൊന്ന് ഷോർട്ടായിട്ട് ചെയ്യാം. ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. ഈ മാർക്ക് ചെയ്യുന്നത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കട്ടോ. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്ന കാര്യം മാത്രം പഠിക്കാം. അതെന്നെ കേദാർനാഥ് അഗ്രവാൾ ജി കി കവിത ഹേ ധർത്തി ഹേ ഉസ് കിസാൻ കി അതെഴുതണം. किसान बैलों के कंधों पर हल लेकर मिट्टी को जोतता है. किसान वर्षा और धूप में काम करता है. ഇതും കൂടെ ഒന്ന് എഴുതണം കേട്ടോ. വഹ് മിട്ടി മേ ഗാദ് മിലാത്താ ഹേ और ബീജ് ബോത്താ ഹേ കിസാൻ വർഷ और धूप में काम करता है. പിന്നീട് വരുന്നത് ആ കർത്താ ഹേ കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതേണ്ടത് കഠിൻ പരിശ്രം കർക്കെ ധർത്തി കോ ജീവിത രഖ്താ ഹേ. വഹ് മിട്ടി മേ ഫസൽ രൂപി സോനെ കാ സപ്ന ദേഖ്താ ഹേ. इस प्रकार यह धरती उस किसान की है. ഈ നമ്മൾ പച്ച മഷി കൊണ്ട് മാർക്ക് ചെയ്തത് മാത്രം പഠിക്കാൻ പ്രയാസമുള്ളവർ അത്ര മാത്രം പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഈ പച്ച മഷി കൊണ്ട് മാർക്ക് ചെയ്തൊന്നുകൂടെ കാണിക്കാം. ഇതിൽ ഈ പച്ച മഷി കൊണ്ട് മാർക്ക് ചെയ്തത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക കേട്ടോ. എഴുതിയെടുത്തിട്ട് പഠിക്കാം. ഇനി അടുത്തത്
ടിപ്പണി പർഖേം ഓർ ബോക്സ് മേ ഹാ യാ നഹി ലിഖേം. നിങ്ങൾ ടിപ്പണി എഴുതിയതിന് ശേഷം, അപ്പോൾ നമ്മൾ ടിപ്പണി എഴുതിയല്ലോ, വായിച്ചില്ലേ, അർത്ഥമൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ് കവി കാ പരിചയ ഹേ. നിങ്ങൾ കവി പരിചയം നൽകിയിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ ഈ കള്ളിയിൽ എന്ത് എഴുതണോ? ഹാ, കവിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലേ. ഇതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഈ ഹാന്നുണ്ടല്ലോ, ഈ ഹാന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതാം. കവിതാക്ക പരിചയ ഹേ, അതൊന്നും എന്ത് ചെയ്താ? ഹാന്നെഴുതാ. അതെ, ചെയ്തിട്ടുണ്ട്. കവിതാക്ക ആശയ ഹേ, കവിതയുടെ ആശയം എഴുതിയിട്ടുണ്ടോ? ഉണ്ട് അല്ലേ. ഹാ. കവിതാക്കി വിശേഷതാവൊക്കെ ഉല്ലേഖ് ഹേ, കവിതയുടെ വിശേഷത നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഹാ. അപ്പന മത്ത് ലിക്കാ ഹേ, നിങ്ങളുടെ അഭിപ്രായം എഴുതിയിട്ടുണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചത്. അപ്പം നമ്മൾ അതിനൊക്കെ എന്ത് എഴുതണം? അതെ 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 എന്നാണ് ആൻസർ എഴുതേണ്ടത്. ഇനി അടുത്തത്, കൃഷക് ദിവസ് പർ ആപ്കെ വിദ്യാലയ മേ ജത്ത നികാല ജാ രഹാ ഹേ, പ്ലക്കാർഡ് കെ ലിയെ സന്ദേശ് വാക്യ ലിഖേം എന്നാണ് പറഞ്ഞത്. കർഷക ദിനത്തിനേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്ലക്കാർഡ് ഉണ്ടാക്കണം. ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്, ജീത്താ രഹേ കിസാൻ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു പ്ലക്കാർഡ് കണ്ടോ? അതിൽ നമ്മൾ എന്ത് എഴുതണം? ഇതുപോലുള്ള ഒരു സെന്റൻസ് നമ്മൾ ഇവിടേക്ക് എഴുതണം. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. ജീത്താ രഹേ കിസാൻ, കിസാൻ ഹേ തോ ഹം ഹേ. കർഷകൻ ഉണ്ടെങ്കിൽ നമ്മളും ഉണ്ട് അല്ലേ. കർഷകൻ ഉണ്ടെങ്കിലാണ് നമ്മൾ ഉണ്ടാവുക. കൃഷി ചെയ്ത് വിളവുണ്ടാക്കി അത് ആണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് കഴിക്കാൻ ഭക്ഷണം ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാവുമോ? കർഷകർ കൃഷി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പം അതാണ് കിസാൻ ഹേ തോ ഹം ഹേ. അപ്പം ജീത്താ രഹേ കിസാൻ, ഇത് ജീത്താ രഹേ കിസാൻ ഇവിടെ തന്നെ ഉള്ളതാണ്. ഇനി നമ്മൾ എഴുതേണ്ടത് കിസാൻ ഹേ തോ ഹം ഹേ, ഈ സെന്റൻസ് ആണ് നമ്മൾ എങ്ങോട്ട് എഴുതേണ്ടത്? ഇവിടേക്ക് എഴുതേണ്ടത്. മനസ്സിലായോ? ഇനി അടുത്ത് വരുന്നത് സഫലതാ കെ ലിയെ പരിശ്രമം की आवश्यकता है, निम्नलिखित बिंदुओं पर चर्चा करें और लेख लिखें. സഫലത, വിജയം നേടാൻ പരിശ്രമം ആവശ്യമാണ് എന്ന വിഷയത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ലേഖനം എഴുതണം. അതിനുവേണ്ടി സഹായകമായിട്ടുള്ള ബിന്ദു, സഹായകമായിട്ടുള്ള സെന്റൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ജീവൻ മേ സഫലത പ്രാപ്ത് കർണ, ജീവിതത്തിൽ വിജയം പ്രാപ്തമാക്കുക. ഹാർ ദക്കാൻ കാ സാമന കർണ, പരാജയത്തിന് എന്ത് ചെയ്യുക? നേരിടുക. സംഘർഷ ബരേ ജീവൻ മേ ആകെ ബഡ്തേ ജാന, സംഘർഷം നിറഞ്ഞ ജീവിതത്തിൽ മുമ്പോട്ടേക്ക് ജീവിക്കുക, മുന്നേറുക. സംഘർഷഭരിതമായ ജീവിതത്തിലൂടെ മുന്നേറുക. പരിശ്രമ കാ മഹത്വ പഹചാന, പരിശ്രമത്തിന്റെ മഹത്വം തിരിച്ചറിയുക. സമാജ് ഓർ ദേശിക്കെ വികാസമേ പരിശ്രമ കാ യോഗദാൻ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലേഖനം തയ്യാറാക്കണം. അപ്പം നമുക്ക് ആ ലേഖനം തയ്യാറാക്കി നോക്കാം. പരിശ്രം ഹി സഫലത കാ ആധാർ ഹേ, നമ്മൾ അതിന് ഹെഡിങ് കൊടുത്തു. ഇനി ജീവൻ മേ സഫൽ ഹോനെ കെ ലിയെ പരിശ്രമം की आवश्यकता होती है, ജീവിതത്തിൽ വിജയം നേടാൻ പരിശ്രമം വളരെയധികം അത്യാവശ്യമാണ്. ജീവൻ മേ ഹമേ കई कठिन परिस्थितियों का सामना करना पड़ता है, ജീവിതത്തിൽ നമുക്ക് പല പ്രയാസകരമായിട്ടുള്ള പരിസ്ഥിതികളെയും നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. കബി കബി ഹമേ ഹാർക്കാ സാമനാഹി കർണ പടത്തായ, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പരാജയത്തിനെയും നേരിടേണ്ടതായിട്ട് വരുന്നു. പരന്തു പരിശ്രം കി വ്യക്തി ദക്കേ ബിന ഹമേശ ആകെ ബഡ്താ ജാത, പക്ഷേ പരിശ്രമിക്കുന്ന ഒരു വ്യക്തി ക്ഷീണിക്കാതെ എപ്പോഴും മുമ്പോട്ടേക്ക് പോകുന്നു. അതായത് പരിശ്രമത്തിലൂടെ ഏതൊരു പ്രയാസത്തിനെയും മറികടന്ന് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പരിശ്രം കർണേസെ സംഘർഷ് കം ഹോത്താ ഹെ, പരിശ്രമിക്കുന്നതിലൂടെ സംഘർഷം കുറയുന്നു. സമാജ് ഓർ ദേശിക്കെ വികാസമേ പരിശ്രം കാ യോഗദാൻ രഹതാ ഹെ, സമൂഹത്തിന്റെയും ദേശത്തിന്റെയും വികാസത്തിൽ പരിശ്രമ കാ യോഗദാൻ രഹതാ ഹെ. ജീവൻ മേ പരിശ്രമ കാ മഹത്വ ബഹുത് അധിക ഹോത്താ ഹെ, ജീവിതത്തിൽ പരിശ്രമത്തിന്റെ മഹത്വം വളരെ പ്രാധാന്യമുള്ളതാണ്. അത്രയാണ് നമ്മൾ പരിശ്രമം ഹി സഫലത എന്ന വിഷയത്തിൽ ലേഖനം തയ്യാറാക്കിയത്.
ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഈ ലേഖനത്തിൽ നിങ്ങൾ എന്തൊക്കെ എഴുതി എന്നാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. ലേഖ കേലിയ ഉചിത ശീർഷക ലിഖാഹെ, നിങ്ങൾ ഈ ലേഖനത്തിന് ഉചിതമായ ശീർഷക, ഉചിതമായ ഒരു തലക്കെട്ട് നൽകിയിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഹെഡിങ് വായിച്ചില്ലേ, തലക്കെട്ട്. അപ്പം നൽകിയിട്ടുണ്ട്, ടിക്കിടുക. സങ്കേതോങ്കോ വികസിത് കിയാഹെ, നിങ്ങൾക്ക് തന്നിട്ടുള്ള സൂചനകൾ വികസിപ്പിച്ചാണോ നിങ്ങൾ ഈ ലേഖനം എഴുതിയത്? അതെ. ഭൂമിക ആർ ഉപസംഹാർ ഹേ, അതിന് ഉപസംഹാരം, ഒരു അവസാനം, ഒരു അവസാനിപ്പിക്കൽ അതിനുണ്ടോ? ഉണ്ട്. ആശയ സ്പഷ്ട ഹേ, നിങ്ങൾ അതിൻ്റെ ആശയം സ്പഷ്ടമാക്കി എഴുതിയിട്ടുണ്ടോ? കുറഞ്ഞ സെൻറ്റൻസുകളിലാണെങ്കിലും ആശയ വ്യക്തതയോടെയാണോ എഴുതിയത്? യെസ്. ഉചിത ഭാഷാക്ക പ്രयोग किया है, ഉചിതമായിട്ടുള്ള ഭാഷയാണോ നിങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളത്? അതായത് ലളിതമായ രീതിയിൽ, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ, ലളിതമായ രീതിയിലാണോ നിങ്ങളിവിടെ ഹിന്ദി പ്രയോഗിച്ച് നിങ്ങൾ ഒറ്റയ്ക്കാണോ എഴുതിയത് എന്നാണ് ചോദിച്ചത്. അപ്പം എന്താണ്, സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിത് എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിനും എന്ത് ചെയ്യുക, ശരി കൊടുക്കുക, യെസ് എന്ന് കൊടുക്കുക. അപ്പോൾ അത്രയാണ് നമുക്ക് അവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി എന്ന കവിതയിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് അറിയിക്കുക കൂടി വേണം. ഓക്കെ.